ഹായ്. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ സിഗരറ്റ് വലി കണ്ടിന്യൂ ചെയ്യുന്നു? ദാറ്റ്സ് ബിക്കോസ് ഓഫ് അഡിക്ഷൻ. രണ്ട് തരത്തിലുള്ള അഡിക്ഷൻ ആണുള്ളത്, ഫിസിക്കൽ അഡിക്ഷൻ ആൻഡ് സൈക്കോളജിക്കൽ അഡിക്ഷൻ. ഫിസിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ആ സബ്സ്റ്റൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിക്കോട്ടിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ഇനി സൈക്കോളജിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ആ ഫീൽ ഉണ്ടല്ലോ, നിങ്ങൾ വലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു പ്ലഷർ, അതിനെ ആണ് സൈക്കോളജിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ ഡേഞ്ചറസും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? ഇതിൽ നിന്ന് പുറത്തു വരാനുള്ളത്, ഫിസിക്കൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിന് പോകാം. സൈക്കോളജിക്കൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് കുറച്ചും കൂടി ടഫായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതിന് നല്ല വിൽ പവർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ വിൽ പവർ കൂട്ടാനായിട്ടൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്തുള്ള ഏതെങ്കിലും ക്യാൻസർ സെന്ററിൽ പോയെന്ന് വിസിറ്റ് ചെയ്യുക. ഒറ്റ ദിവസം പോയാൽ മതി, അതോടുകൂടി നിങ്ങൾ സ്മോക്കിംഗ് നിർത്തിയിരിക്കും. ഓക്കെ, സോ സേ നോ ടു ടൊബാക്കോ.